ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്കെതിരെയുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അരിശം തീരുന്നില്ല. ഉക്രൈനുള്ള എല്ലാ സാമ്പത്തിക സഹായങ്ങളും നിർത്തലാക്കുന്നതായി അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നു. വലിയ തിരിച്ചടിയാണ് ഉക്രൈന് ഇത് സമ്മാനിക്കുന്നത്. സാമ്പത്തികമായ സഹായം, ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ ആയുധ സഹായം, എല്ലാ തരത്തിലുമുള്ള സഹായങ്ങൾ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ പൂർണ്ണമായി നിർത്തിവെക്കുന്നതാണെന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. റഷ്യയുമായി ഒരു സമാധാന ഉടമ്പടി കരാറിന് കീവ് തയ്യാറാകണം, ഉക്രൈൻ തയ്യാറാകണം. അതിനുള്ള സമ്മർദ്ദ തന്ത്രത്തിൻ്റെ ഫലമാണ് ഈ ഒരു നീക്കമെന്നാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്തായാലും ദിവസങ്ങൾക്ക് മുൻപാണ് വൈറ്റ് ഹൗസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ വലിയ വാക്കേറ്റമുണ്ടായത്. ലോകത്തെ തന്നെ അമ്പരിപ്പിച്ച ഒരു വിഷയമായിരുന്നു. അന്ന് വെടിനിർത്തൽ കരാറിന് ഉക്രൈൻ തയ്യാറാകണമെന്ന് ട്രംപ് നിർദ്ദേശിച്ചതാണ് സെലൻസ്കിയെ ചൊടിപ്പിച്ചത്. ഉടനൊന്നും തന്നെ അത്തരമൊരു കരാർ നടപ്പാക്കാനുള്ള സാഹചര്യമില്ലെന്നും അതിന് മുൻകൈയെടുക്കേണ്ടത് റഷ്യയാണെന്നുമായിരുന്നു അന്ന് സെലൻസ്കിയുടെ മറുപടി. ഇത് ട്രംപിനെ ചൊടിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഇരു നേതാക്കളും തമ്മിൽ വലിയ വാക്പോരുണ്ടാവുകയും ഒടുവിൽ നയതന്ത്ര ബന്ധങ്ങളെല്ലാം ഉലച്ചുകൊണ്ട് അതിഥിയായി എത്തിയ സെലൻസ്കിക്ക് ഒരു ആതിഥ്യ മര്യാദ നൽകാതെ അദ്ദേഹത്തെ അമേരിക്കയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ്. അതിനു പിന്നാലെ വലിയ നയതന്ത്ര ഇടപെടലുകൾ ലോകത്തുണ്ടായി. പ്രത്യേകിച്ച് സെലൻസ്കിക്ക് ഉക്രൈന് പിന്തുണയുമായി പല യൂറോപ്യൻ രാജ്യങ്ങളും വന്നു. യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ തന്നെ സെലൻസ്കിക്ക് വലിയ പിന്തുണ വന്നു. ബ്രിട്ടനിൽ എത്തിയ സെലൻസ്കിക്ക് വലിയ സ്വീകരണമാണ് ലഭിച്ചത്. ഇത് ലോകം തന്നെ രണ്ട് ചേരിയിലേക്ക് മാറുന്നു എന്നുള്ള സൂചനകളുണ്ടാക്കി. യൂറോപ്പും അമേരിക്കയും രണ്ട് പക്ഷത്ത് നിൽക്കുന്ന സാഹചര്യമാണോ? നാറ്റോയും റഷ്യയും തമ്മിൽ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമോ? ഇത്തരത്തിൽ വലിയ ആശങ്കകളാണ് ലോകത്ത് പരന്നത്. അപ്പോഴും പല ലോകരാജ്യങ്ങളും ട്രംപിനെയും സെലൻസ്കിയെയും അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ഒരു മൂന്നാം ലോക മഹായുദ്ധം ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. എന്നാൽ ഇപ്പോൾ ഇതാ കൂടുതൽ കാർക്കശ്യമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഉക്രൈന് കഴിഞ്ഞ എത്രയോ കാലങ്ങളായി നൽകി വന്ന ദശലക്ഷക്കണക്കിന് ഡോളറിൻ്റെ സാമ്പത്തിക സഹായം പൂർണ്ണമായും കട്ട് ചെയ്തിരിക്കുന്നു. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ ഉക്രൈന് നയാ പൈസയുടെ സഹായം നൽകില്ല എന്ന് ട്രംപ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഇത് ഉക്രൈനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. കാരണം റഷ്യയുടെ ആക്രമണം ഇപ്പോൾ നിരന്തരമായി ഉക്രൈനിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ റഷ്യയുടെ അധിനിവേശത്തെ ഒരു പരിധിവരെ പിടിച്ചു നിന്നത് അല്ലെങ്കിൽ തടഞ്ഞു നിർത്തിയത് അമേരിക്ക നൽകിയ സൈനിക സഹായം കൊണ്ടാണ്, അമേരിക്ക നൽകിയ ആയുധ സഹായം കൊണ്ടാണ്. വൻതോതിലുള്ള സാമ്പത്തിക സഹായവും അതിനൊപ്പം തന്നെ ദശലക്ഷക്കണക്കിന് ഡോളറിൻ്റെ ആയുധങ്ങളുമാണ് കൈയയച്ച് അമേരിക്ക ഉക്രൈന് നൽകിയത്. പ്രത്യേകിച്ച് ജോ ബൈഡൻ ഭരണകൂടം അധികാരത്തിലിരുന്നപ്പോൾ ബാലിസ്റ്റിക് മിസൈലുകളുടെ വൻ ശേഖരം, എന്തിനേറെ പറയുന്നു, റഷ്യ ആരോപിക്കുന്നത് ശരിയാണെങ്കിൽ ആണവായുധങ്ങൾ വരെ റഷ്യയെ ആക്രമിക്കാൻ അമേരിക്ക ഉക്രൈന് നൽകി എന്നുള്ളതാണ്. പിന്നീട് റഷ്യ തെളിവുകൾ സഹിതം ചില കാര്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. രാസായുധം, മാരകമായ പ്രഹരശേഷിയുള്ള രാസായുധം അമേരിക്ക ഉക്രൈന് നൽകിയിരിക്കുന്നു. അങ്ങനെ ജോ ബൈഡൻ്റെ ഭരണകാലത്ത് യാതൊരു നിയന്ത്രണവുമില്ലാത്ത സഹായങ്ങളാണ് ഉക്രൈന് ലഭിച്ചത്. അങ്ങനെ ആ ലഭിച്ച സഹായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റഷ്യയുമായി കുറച്ചെങ്കിലും അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ ഉക്രൈന് കഴിഞ്ഞത്. എന്നാൽ ഈ ഒരു തിരിച്ചടി, അതായത് ഈ മുഴുവൻ സഹായങ്ങളും മുഴുവൻ ആയുധ സഹായങ്ങളും റദ്ദാക്കിയ, കട്ട് ചെയ്ത ട്രംപിൻ്റെ നടപടി അത് ഉക്രൈന് വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം ഇനി റഷ്യയുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഉക്രൈന് കഴിഞ്ഞെന്ന് വരില്ല. കാരണം ആയുധങ്ങളുടെ വലിയ ഷോർട്ടേജ് വരും. ഇനി ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾ ആയുധങ്ങൾ നൽകി സഹായിക്കാൻ തീരുമാനിച്ചാൽ അവർ അമേരിക്കയുടെയും റഷ്യയിലെയും കണ്ണിലെ കരടാകും. കഴിഞ്ഞ ദിവസം ബ്രിട്ടൻ 5000 മിസൈൽ നൽകാമെന്നുള്ള വാഗ്ദാനം നടത്തിയിരുന്നു. പോളണ്ട് ആയുധങ്ങൾ നൽകാമെന്ന വാഗ്ദാനം നടത്തിയിരുന്നു. ഇതൊക്കെ തന്നെ രാജ്യങ്ങൾ തമ്മിൽ കൂടുതൽ ശത്രുതയിലേക്ക് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതേസമയം ഉക്രൈന് മേൽ സമാധാന കരാർ ഒപ്പിടുന്നതിനുള്ള തന്ത്രം മാത്രമാണ് തങ്ങൾ ചുമത്തിയതെന്നും എത്രയും വേഗം റഷ്യയുമായി ഒരു താൽക്കാലിക സമാധാന ഉടമ്പടി ഒപ്പിടുകയാണ് ഉക്രൈൻ്റെ ഭാവിക്ക് നല്ലതെന്നും അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നു. തിങ്കളാഴ്ച മാധ്യമങ്ങളോട് സംസാരിച്ച സെലൻസ്കി ആകട്ടെ, ഞങ്ങൾ സമാധാന കരാറിന് എതിരല്ലെന്നും സമാധാന കരാർ ആഗ്രഹിക്കുന്നുവെന്നും വ്യക്തമാക്കി. അതേസമയം 2011 മുതൽ ഏകപക്ഷീയമായ അധിനിവേശം നടത്തുന്ന റഷ്യയാണ് സമാധാന കരാറിന് മുന്നിട്ടിറങ്ങേണ്ടത്. റഷ്യ ഉക്രൈനിൽ പിടിച്ചെടുത്ത അധിനിവേശ ഭൂമിയിൽ നിന്ന് പിന്മാറണം. എങ്കിൽ മാത്രമേ സമാധാന കരാർ
ഉറപ്പിക്കാനാകൂ എന്ന് സെലൻസ്കി വ്യക്തമാക്കി. ഇതേ വിഷയം തന്നെയാണ് വൈറ്റ് ഹൗസിൽ നടന്ന ചർച്ചയിൽ വലിയ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഇടയാക്കിയത്. അതായത് റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ, ഈ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഒരു 4-5 മാസക്കാലത്തെ യുദ്ധത്തിനിടയിൽ തന്നെ 8ഓളം പട്ടണങ്ങൾ, ഉക്രൈൻ്റെ അതിർത്തി പ്രദേശങ്ങളിലുള്ള പട്ടണങ്ങൾ റഷ്യ പിടിച്ചെടുത്തിരിക്കുന്നു. അവിടെ റഷ്യ നിലയുറപ്പിച്ചിരിക്കുന്നു. അതിരൂക്ഷമായ ആക്രമണം മറ്റിടങ്ങളിലേക്ക് റഷ്യ നടത്തുന്നു. അപ്പോൾ സെലൻസ്കി ആവശ്യപ്പെടുന്നത് സമാധാന കരാർ ഞങ്ങൾ ഉണ്ടാക്കാം. സമാധാന കരാർ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം റഷ്യ അധിനിവേശം നിർത്തണം. റഷ്യ ഞങ്ങളുടെ ഭൂപ്രദേശത്ത് നിന്ന് പിന്മാറണം. അത് സ്വാഭാവികമായും അമേരിക്ക പറയുന്നില്ല. ഇതിൻ്റെ ആത്യന്തികമായ ഫലം എന്നുള്ളത് റഷ്യ പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ നിന്ന് റഷ്യ ഒരിക്കലും പിന്മാറില്ല. അത് ഇതിനു മുൻപ് പലതവണയും ഉക്രൈനിലേക്ക് നടത്തിയ ആക്രമണത്തിലൂടെ പിടിച്ചെടുത്ത ഒരു സ്ഥലങ്ങളിൽ നിന്നും റഷ്യ പിന്മാറിയിട്ടില്ല. അതൊക്കെ പിന്നീട് റഷ്യയുടെ ഭാഗമായി മാറുകയായിരുന്നു. ഇക്കുറിയും പിടിച്ചെടുത്ത സ്ഥലങ്ങൾ റഷ്യ തന്നെ കൊണ്ടുപോകും. പക്ഷേ ഇനി മുതൽ യുദ്ധം അവസാനിപ്പിക്കണം. ഇക്കുറി അങ്ങനെ തന്നെ സംഭവിക്കും. പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ നിന്ന് റഷ്യ പിന്മാറില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ അത്തരമൊരു കരാറിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സെലൻസ്കിയുടെ വിഷയം. എന്നാൽ നിലവിലെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി വിട്ടുവീഴ്ചകൾ വേണമെന്നും ബാക്കി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാമെന്നുമാണ് ട്രംപിൻ്റെ നിലപാട്. എന്തായാലും സെലൻസ്കിക്ക് മേൽ, ഉക്രൈന് മേൽ വലിയ ഉപരോധം ഏർപ്പെടുത്തുന്നതിന് തുടക്കമാണിപ്പോൾ അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്നത്. വലിയ സാമ്പത്തിക സഹായം അമേരിക്ക പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുന്നു. സൈനികമായ സഹായങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു. ഇനി മുന്നിലെന്ത് എന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഉക്രൈന് മുന്നിലുള്ളത്. അമേരിക്കയുടെ സാമ്പത്തിക സഹായം നഷ്ടമായാൽ അത്രയും കനത്ത തുക നൽകി ഉക്രൈനെ സഹായിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറാകുമോ എന്നുള്ളതാണ് ഇനി ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം.